ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന +2 ഹിസ്റ്ററിയുടെ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ നോക്കാം. മലയാളം മീഡിയം ടെക്സ്റ്റ് കണ്ട് ഇംഗ്ലീഷുകാർ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇംഗ്ലീഷിലും ടോപ്പിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ടോപ്പിക്സിൻ്റെ പേരുകൾ മാത്രമാണ് പറയുന്നത്, ഓരോ ചാപ്റ്റർ വൈസായിട്ട് കേട്ടോ. ഓരോ ചാപ്റ്റർ വൈസായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഇംഗ്ലീഷുകാരുടെ ടോപ്പിക്സ് കൂടി മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ച് കാണിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ വച്ചിട്ടുള്ളത് കേട്ടോ. പറയുമ്പോൾ രണ്ട് രീതിയിൽ ഞാൻ വായിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, ഇംഗ്ലീഷുകാർ മലയാളം മീഡിയത്തിൻ്റെ ക്ലാസ് ആണെന്ന് കരുതി നിങ്ങൾ പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഓഡിയോ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, പുറത്ത് നല്ല മഴയാണ് കേട്ടോ. സോ എന്തായാലും പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ് എന്ന് പറയുന്നതാണ്. അതായത് ഇഷ്ടികകൾ, മുത്തുകൾ, അസ്ഥികൾ എന്ന് പറയുന്ന നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആദ്യമേ പഠിക്കേണ്ടത് എന്ത് തന്നെയാണ്? നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എസ്സേ ഉണ്ടല്ലോ. ഓക്കെ, ദറ്റ് ഈസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് നമുക്ക് പറയാം, സിന്ധു നദീതട സംസ്കാരം എന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു എസ്സേ തന്നെയാണ് 8 മാർക്കിന് കണക്കാക്കി നിങ്ങൾ പഠിക്കുക. അത് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതെല്ലാവരും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇപ്പോഴും മാത്രമല്ല പബ്ലിക് എക്സാമിന് ഉൾപ്പെടെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. എസ്സേ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എസ്സേ എഴുതുന്ന സമയത്ത് മോഹൻജദാരോനെ പറ്റിയിട്ടും സിറ്റാഡൽ, ലോവർ ടൗൺ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ വേണം. ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, ഗാർഹിക വാസ്തുവിദ്യ, അല്ലെ ഡ്രെയിനേജ് സിസ്റ്റം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സബ് ടോപ്പിക്സുകൾ ഒത്തിരി വരുന്നുണ്ട്. അതെല്ലാം കവർ ചെയ്തിട്ട് തന്നെ എസ്സേ അവിടെ പഠിച്ചിട്ട് പോവുക കേട്ടോ, 8 മാർക്കിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത് പഠിക്കേണ്ട ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ് സാമൂഹിക വ്യത്യാസങ്ങളെ കണ്ടെത്തൽ, ട്രേക്കിംഗ് സോഷ്യൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ബെറിയൽസിനെ പറ്റിയിട്ടുണ്ട്, പിന്നെന്താ ആഡംബര വസ്തുക്കളെ പറ്റി, ലക്ഷറി ഒബ്ജക്ട്സിനെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ഒരു 4-5 മാർക്കിന് കണക്കാക്കി എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക ഈ ഒരു സിവിലൈസേഷനിൽ എന്നുള്ളത് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. സോ അത് പഠിച്ചിട്ട് പോവാം കേട്ടോ. പിന്നെ അതേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് കാണാൻ പറ്റും, ഉപജീവന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട്, സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് വൺ വേർഡ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഫുള്ള് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. കാരണം ഒത്തിരിയായിട്ട് വൺ വേർഡ്സ് ഉണ്ട്. ഈ ഒരു അഗ്രികൾച്ചർ ടെക്നോളജീസ്, കാർഷിക സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് ആ ഒരു സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസിൻ്റെ അകത്ത് വരുന്നൊരു സബ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ എന്തുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള വൺ വേർഡ്സ് ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അതായത് വൺ വേർഡ്സ് എന്ന് പറയുമ്പോൾ പല സൈറ്റുകളുടെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ഹാരപ്പൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട പല സൈറ്റുകളുടെ പേര്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ റിസർവയർ എന്ന് പറയുന്ന ആ ഒരു സംഭവം കണ്ടുപിടിച്ചത് ധൊളവീര എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേരുകൾ അവിടെ സൈറ്റുകളുടെ പേര് പഠിക്കാനുണ്ട്. സോ ഈ ഒരു ടോപ്പിക് ആരും സ്കിപ്പ് ചെയ്യരുത്. വൺ വേർഡ്സിന് വേണ്ടിയിട്ടാണ് നമുക്കത് ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനൊരു ടോപ്പിക് കാണാം, ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, കരകൗശല ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് ഒരു കുഞ്ഞു ടോപ്പിക് ഉണ്ട്, ഉൽപ്പാദന കേന്ദ്രങ്ങൾ തിരിച്ചറിയില്ല, ഐഡൻറ്റിഫൈങ് സെൻറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്സുകൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. ഒരു 4 മാർക്കിനൊക്കെ ഈ ഒരു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനകത്ത് ഈ ഒരു സബ് ടോപ്പിക് ഉൾപ്പെടെ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അടുത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്വയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. മെറ്റീരിയൽസ് ഫ്രം ദ സബ് കോണ്ടിനെന്റ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സബ് ടോപ്പിക് ഉണ്ട് ഇതിനകത്ത്. പിന്നെ കോണ്ടാക്ട് വിത്ത് ഡിസ്റ്റന്റ് ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടും ഒരു സബ് ടോപ്പിക് ഉണ്ട്. അതെല്ലാം ചേർത്ത് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക കേട്ടോ. ടോപ്പിക് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്വയറിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഒരു 5 മാർക്കിന് കണക്കാക്കി ഷോർട്ട് എസ്സേ ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മുദ്രകൾ, ലിപി, തൂക്കങ്ങൾ, ദാറ്റ് ഈസ് സീൽസ്, സ്ക്രിപ്റ്റ്, വെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണോ ചോദിക്കാം. ഒന്നില്ലെങ്കിൽ മൂന്നും ഒരുമിച്ച് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സീൽസിനെ പറ്റി മാത്രം എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനെ പറ്റി മാത്രം ചോദിക്കാം. 2 മാർക്കിനൊക്കെ അങ്ങനെയും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് 3നെ പറ്റിയിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഏത് രീതിക്ക് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ, ആ രീതിക്ക് ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാവരും പഠിച്ചിട്ട് പോവേണ്ട. നമ്മൾ എസ്സേ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ് ദ എൻഡ് ഓഫ് ദ സിവിലൈസേഷൻ, ഒരു സംസ്കാരത്തിൻ്റെ അന്ത്യം. അതായത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് അവസാനിച്ചത്, അതിനുള്ള റീസൺസ് എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്
ഹാരപ്പൻ സംസ്കാരം അവസാനിച്ചത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞത്. ഇത് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്, ഒരു 4-5 മാർക്കിനൊക്കെ. അപ്പോൾ അതെന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ചിട്ട് പോവുക. അത് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ പറയുക, ഇങ്ങനൊരു മെയിൻ ടോപ്പിക്കാണ് ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തൽ, ഡിസ്കവറിങ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് നമുക്കങ്ങനെ ഷോർട്ട് എസ്സേ കാര്യങ്ങളൊന്നും അധികം ചോദിച്ചിട്ടില്ല, പക്ഷേ വൺ വേർഡ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം പറ്റുന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുക. പ്രത്യേകിച്ചും ഈ ഒരു കണ്ണിങ്ഹാമിൻ്റെ കാര്യമൊക്കെ, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASIനെ പറ്റിയിട്ട് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എന്താ പറയുക, അങ്ങനെയുള്ള വൺ വേർഡ്സ് ഒക്കെയാണ് മിക്കവാറും ചോദിക്കാറുള്ളത് കേട്ടോ. അതായത് ഈ ഒരു ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത ആൾക്കാരുടെ പേരും ഒക്കെ ആയിട്ട്, പിന്നെ എന്താണ് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലിൻ്റെ പേര് എഴുതാനും അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് വൺ വേർഡ്സ് വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി ഈ വരുന്ന ടോപ്പിക്സുകൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കേണ്ടത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ എസ്സേ നിങ്ങൾ പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ടോപ്പിക്സുകൾ, അതുകൂടി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്, രാജാക്കന്മാർ, കർഷകർ, പട്ടണങ്ങൾ, കിങ്സ്, ഫാമേഴ്സ് ആൻഡ് ടൗൺസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് പ്രിൻസപ്പ് ആൻഡ് പിയദസി എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. ഇതിനകത്തുനിന്ന് വൺ വേർഡ്സ് വരാറുണ്ട്, ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അതൊന്ന് നിങ്ങൾ നോക്കി വയ്ക്കുക, വൺ വേർഡ് കണക്കാക്കിയിട്ട്. ഇനി അടുത്ത് മഹാജനപദങ്ങളെ പറ്റിയിട്ടാണ് അല്ലേ. മഹാജനപദങ്ങളുടെ എന്താണ് ഫ്യൂച്ചേഴ്സ് നമുക്ക് ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു ഷോർട്ട് എസ്സേ കണക്കാക്കി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ജനപദങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇനി വരുന്ന ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്, മഗധേനെ പറ്റിയിട്ടാണ്. അതായത് നമുക്കറിയാം 16 മഹാജനപദങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളതാണ് മഗധ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, മഗധയുടെ പ്രത്യേകതകൾ എന്താണ്, അതെല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ്, ഒരു 4-5 മാർക്കിനൊക്കെ. അപ്പോൾ അത് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. മഗധയുടെ ഫ്യൂച്ചേഴ്സ് കേട്ടോ, മിക്കവാറും ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതെന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ചിട്ട് പോവുക. പിന്നെ നമ്മുടെ മൗര്യൻ എംപയറിനെ പറ്റിയിട്ടാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്, മൗര്യ സാമ്രാജ്യത്തെ പറ്റിയിട്ട് അല്ലേ. അപ്പോൾ മൗര്യ സാമ്രാജ്യം യഥാർത്ഥത്തിൽ ഒരു എസ്സേ ടോപ്പിക്കാണ്, 8 മാർക്കിൻ്റെ എസ്സേ ടോപ്പിക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഷോർട്ട് എസ്സേ ലെവലിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇതിനകത്ത് ആദ്യമേ തന്നെ എന്താണ് കുറച്ച് വൺ വേർഡ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഞാനതൊന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നില്ല. ഈ ഒരു മൗര്യ സാമ്രാജ്യം റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്നില്ലേ പോർഷൻ, ഇതിനകത്തു നിന്നൊക്കെ അത്യാവശ്യം വൺ വേർഡ്സ് ഉണ്ട്. പല ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അല്ലെങ്കിൽ മെഗസ്തനീസിൻ്റെ ഇൻഡിക്ക എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ചോദിക്കാറുണ്ട്. കൗഡില്യൻ്റെ അർത്ഥശാസ്ത്രനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. വിശാഖദത്തൻ എഴുതിയ മുദ്ര രാക്ഷസേനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് വൺ വേർഡായിട്ട് പ്രത്യേകിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മൗര്യ സാമ്രാജ്യം എന്താണെന്നുള്ളത്, മൗര്യൻ എംപയർ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ അശോകനെ പറ്റിയിട്ട് ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അശോകൻ കൊണ്ടുവന്നതാണ് ദമ്മ പ്രിൻസിപ്പിൾസ്. ദമ്മയൊക്കെ അശോകൻ്റെ ആ ഒരു ദമ്മ എന്നുള്ളത് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കുക. 6 തത്വങ്ങളാണ്, 6 പ്രിൻസിപ്പിൾസാണ് ആ ദമ്മയ്ക്കകത്ത് വരുന്നത്. ഓക്കെ, അശോകൻ കൊണ്ടുവന്ന ആ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ, അത് കൃത്യമായിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. എന്തായാലും മൗര്യൻ എംപയർ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. അപ്പോൾ വൺ വേർഡ്സ് ആയിട്ടോ ഇനിയിപ്പോൾ അശോകൻ്റെ ദമ്മ സെപ്പറേറ്റ് ആയിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കപ്പോൾ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഡിവൈൻ കിങ്സ്, ദൈവിക രാജാക്കന്മാരെന്ന് പറയുന്നത്. ഇത് നമുക്കൊരു 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആരെയാണ് ഡിവൈൻ കിങ്സ് എന്നറിയപ്പെടുന്നത്, ആ രീതിക്ക് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ വൺ വേർഡ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിവൈൻ കിങ്സ് എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൽ തന്നെ കോയിൻസ് ആൻഡ് കിങ്സ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ടോപ്പിക്കാണ്, നാണയങ്ങളും രാജാക്കന്മാരും. ഇതിനകത്തുനിന്ന് നമുക്ക് വൺ വേർഡുകളാണ് വരുന്നത്. അതായത് പലതരത്തിലുള്ള കോയിൻസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ആദ്യത്തെ ഗോൾഡ് കോയിൻസ് കൊണ്ടുവന്നത് ആരാണ്, പിന്നെ ഫസ്റ്റത്തെ കോയിൻ കൊണ്ടുവന്നത് ആരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വൺ വേർഡ്സ് ഈ ഒരു ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. കോയിൻസ് ആൻഡ് കിങ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് എന്താണ് ഇൻസ്ക്രിപ്ഷൻസിനെ പറ്റിയിട്ട്, അതായത് ലിഖിതങ്ങളെ പറ്റിയിട്ടാണ് അടുത്ത് പഠിക്കേണ്ടത്. എവിടെ നിങ്ങൾ വലുതായിട്ടൊന്നും വായിക്കേണ്ട, ജസ്റ്റ് ഒരു വൺ വേർഡ് പഠിച്ച് വയ്ക്കുക. ബ്രഹ്മി എന്ന് പറയുന്നത് ഇവിടെ കാണുന്നുണ്ടല്ലോ, ബ്രഹ്മി ആൻഡ് ഓൾസോ ഖരോഷ്ടി. ഓക്കെ, ബ്രഹ്മി ഖരോഷ്ടി എന്ന് പറയുന്ന ഈ 2 ഇൻസ്ക്രിപ്ഷനും വായിച്ചെടുത്തത് ആരാണ് ജെയിംസ് പ്രിൻസപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വൺ വേർഡ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് പഠിച്ച് വെച്ചിരുന്നാൽ മതി. ജെയിംസ് പ്രിൻസപ്പ് ആണ് എന്ത് ചെയ്തത്, ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ്. ഓക്കെ, അപ്പോൾ ജെയിംസ് പ്രിൻസപ്പ് ആണ് ഈ ഒരു ബ്രഹ്മി ഖരോഷ്ടി സ്ക്രിപ്റ്റുകൾ വായിച്ചെടുത്ത വ്യക്തി. അത് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം അവിടെ. ഓക്കെ,
ഇനി നമ്മുടെ ഇൻസ്ക്രിപ്ഷൻസ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ നന്നായിട്ട് പഠിച്ചിട്ട് പോവേണ്ട ഒരു ടോപ്പിക്ക് ഇതാണ് കേട്ടോ. ദാറ്റ് ഈസ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ്. ലിഖിത തെളിവുകളുടെ പരിമിതികൾ എന്തെല്ലാമാണെന്നുള്ളത്. ഇത് എല്ലായ്പ്പോഴും നമുക്ക് ചോദിക്കുന്ന എന്താണ് ഒരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 4-5 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാവരും പഠിക്കാം. ഈ ഒരു ഇൻസ്ക്രിപ്ഷൻസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, പരിമിതികൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, എല്ലാവരും തന്നെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ട്. ഇനി നമുക്ക് വരുന്നത് ഏതാണ്, മൂന്നാമത്തെ ചാപ്റ്ററാണ് ബന്ധുത്വം, ജാതി, വർഗം അല്ലെ, കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യമേ പഠിക്കേണ്ട ഒരു വൺ വേർഡാണ് നമ്മുടെ മഹാഭാരതത്തിന് ക്രിട്ടിക്കൽ എഡിഷൻ തയ്യാറാക്കിയ വ്യക്തിയുടെ പേര്. ദാറ്റ് ഈസ് മഹാഭാരതത്തിന് ഒരു വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത് ആരായിരുന്നു എന്നുള്ളത് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു വൺ വേർഡാണ്. ആരാണ്? VS സൂക്തങ്കാർ ആയിരുന്നു കേട്ടോ. VS സൂക്തങ്കാർ ആയിരുന്നു. ആ ഒരു വൺ വേർഡാണ് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബിഗിനിങ്ങിൽ പഠിച്ചു പോവേണ്ടത്. ഓക്കെ. പിന്നെ ഇതാ ഇവിടെ പാട്രിലീനിയൽ സിസ്റ്റത്തെ കുറിച്ചിട്ടുണ്ട്. നമ്മൾ സോഷ്യോളജിയിലും പഠിക്കുന്നതാണ് പാട്രിലീനി എന്താണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 1 വേർഡിനൊക്കെ കണക്കാക്കി എന്താണ് പാട്രിലീനി എന്നുള്ളൊരു മീൻസ് പിതൃദായക ക്രമം എന്ന ആശയം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ പാട്രിലീനി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിരിക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സോഷ്യൽ ഡിഫറൻസസ് വിത്തിൻ ആൻഡ് ബിയോണ്ട് ദ ഫ്രെയിംവർക്ക് ഓഫ് കാസ്റ്റ്. സാമൂഹിക വ്യത്യാസങ്ങൾ ജാതിയുടെ ചട്ടക്കൂടിനകത്തും പുറത്തും എന്ന് പറയുന്നത്. ഇതിനകത്ത് വേറെ ഒന്നുമല്ല പറയുന്നത്. ടോപ്പിക് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, ഈ 4 കാറ്റഗറീസിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ. ഈ 4 സോഷ്യൽ കാറ്റഗറീസിനെ പറ്റിയിട്ട്, മീൻസ് വർണ്ണ ഓർ കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ബ്രാഹ്മിൻസ് എന്ത് ഒക്കുപ്പേഷനാണ് ചെയ്യുന്നത്, ക്ഷത്രിയാസ് എന്ത് ഒക്കുപ്പേഷനാണ് ചെയ്യുന്നത്, അവിടെ ആ ഒരു തൊഴിൽ മാർഗം ഉൾപ്പെടെ, ജോബ് ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതുൾപ്പെടെ നിങ്ങൾ പഠിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും പഠിച്ചിട്ട് പോവുക. ഒരു 4-5 മാർക്കിന് ചോദിക്കുന്നതാണ്. എളുപ്പമുള്ളൊരു ടോപ്പിക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ നോൺ ക്ഷത്രിയ കിങ്സ്, ക്ഷത്രിയേതര രാജാക്കന്മാരെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇതിനകത്തുനിന്ന് 1 വേർഡ്സ് ആണ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ നോൺ ക്ഷത്രിയ കിങ്സ് എന്ന് പറയുന്നത് ആരെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെ നമുക്ക് ജാതി സിസ്റ്റത്തെ പറ്റിയിട്ട് മീൻസ് ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ജാതി സിസ്റ്റവും അതുപോലെ തന്നെ വർണ്ണ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജാതിയും വർണ്ണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കും, ഒരു 2 മാർക്കിനൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വളരെ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹാൻഡ്ലിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഗ്രന്ഥങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ മഹാഭാരതം പോലെയൊക്കെയുള്ള അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും പുരാതനമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ആസ് എ ഹിസ്റ്റോറിയൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഇപ്പോഴും മീൻസ് PYQസിൽ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് എല്ലാ എക്സാമുകൾക്കും ഹിസ്റ്ററിയിൽ നിന്ന് വരുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഒരു 4-5 മാർക്കിന് കണക്കാക്കി കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈസി ആയിട്ടാണത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡേറ്റ് അതിൻ്റെ ലാംഗ്വേജ് ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈസിയാണ്, എല്ലാവർക്കും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിയിട്ട് പോവുക. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് 1 വേർഡ് ഉണ്ട്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്തിനപുരയിൽ എക്സ്കവേഷൻ നടത്തിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഹസ്തിനപുരയിൽ അതൊരു സൈറ്റാണ്. സോ ഹസ്തിനപുരയിൽ എക്സ്കവേഷൻ നടത്തിയത് BB ലാൽ ആയിരുന്നു കേട്ടോ. ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള BB ലാലാണ് ഹസ്തിനപുരത്തിൽ എന്ത് ചെയ്തത്, എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് പല തവണയും ചോദിച്ചിട്ടുള്ള ഒരു 1 വേർഡാണ്. BB ലാലാണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻ കൂടി പഠിച്ചാൽ മതി. ഡൈനാമിക് ടെക്സ്റ്റ്, ഒരു ഊർജ്ജസ്വല ഗ്രന്ഥം. അതായത് മഹാഭാരതത്തെയാണ് ഇവിടെ ഡൈനാമിക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ഡൈനാമിസത്തെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ആ രീതിക്കായിരിക്കും ചോദിക്കുക. അതായത് മഹാഭാരതത്തിൻ്റെ ഊർജ്ജസ്വലതയെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരു 4-5 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. ഇതെല്ലാവരും പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതായത് എത്ര കാലം എടുത്താലും മഹാഭാരതം എന്ത് ചെയ്യുന്നുണ്ട്, അതായത് വീണ്ടും അതിൻ്റെ പ്രസക്തി കൂടിക്കൂടി വരികയാണ് അല്ലേ, റെലവൻസ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് 2 സ്റ്റോറീസൊക്കെ പറയുന്നുണ്ട്. ഒന്ന് മഹാശ്വേത ദേവി എഴുതിയ ദറ്റ് ഈസ് മഹാശ്വേത ദേവി എഴുതിയ കുന്തിയോ നിഷാദി എന്ന് പറയുന്നൊരു സ്റ്റോറി. അങ്ങനെയുള്ള സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതൊക്കെ 1 വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് എഴുതാം. ഓക്കെ,
ഇനി നമുക്ക് വരുന്നത് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററാണ് ചിന്തകരും വിശ്വാസങ്ങളും നിർമ്മിതികളും അല്ലേ, ദാറ്റ് ഈസ് തിങ്കേഴ്സ് ബിലീവ്സ് ആൻഡ് ബിൽഡിങ്സ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സാഞ്ചിയെ കുറിച്ചിട്ടാണ് ആദ്യം പഠിക്കാനുള്ളത്. അപ്പോൾ സാഞ്ചിയിലെ സ്തൂപത്തെ പറ്റിയിട്ട് അല്ലേ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ആ ഭാഗത്ത് നിന്ന് നമുക്ക് വൺ വേർഡ്സ് ആണ് പലപ്പോഴും ചോദിക്കാറുള്ളത് കേട്ടോ. സാഞ്ചി സ്തൂപം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും അത് ആര് ബിൽഡ് ചെയ്തു എന്നുള്ളതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചോദിക്കുന്നത്. അത് ആര് പ്രിസർവ് ചെയ്തു എന്നുള്ളത്, അങ്ങനെ പലതരത്തിൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വൺ വേർഡ്സ് വരാറുണ്ട്. അപ്പോൾ സാഞ്ചി സ്തൂപം റിലേറ്റ് ചെയ്തിട്ട് ആ പോയിന്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഓക്കെ ആണോ? ഇനിതേ ഇങ്ങനൊരു ടോപ്പിക്കാണ് നമ്മളെ ചാപ്റ്റർ തുടങ്ങുന്നത്, അതായത് സാക്രിഫൈസസ് ആൻഡ് ഡിബേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വൺ വേർഡ്സിന് കണക്കാക്കി ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോളണം. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനൊന്ന് വായിക്കാം. ഇറാനിലെ സരദൂസ്ട്ര, ചൈനയിലെ കോങ്സി, ഗ്രീസിലെ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഇന്ത്യയിലെ മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക കേട്ടോ. ഓക്കെ, സോറി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോവുക. വൺ വേർഡിന് ചോദിക്കാറുണ്ട്. അതായത് എവിടെ പറയുന്ന കാര്യം ഓരോ രാജ്യങ്ങളും അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ചിന്തകന്മാരെ പറ്റിയിട്ടുമാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ആ ടോപ്പിക്ക് നിങ്ങൾ വിശദമായിട്ട് നോക്കിയില്ല എന്നുണ്ടെങ്കിലും വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഇത് നമുക്ക് വൺ വേർഡിന് ചോദിക്കാറുണ്ട്. ഓരോ കൺട്രി തന്നെ മാച്ച് ദ ഫോളോവിങ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജൈനിസം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജൈനിസത്തെ പറ്റിയിട്ട് മീൻസ് നമ്മുടെ എന്താ പറയുക, മഹാവീരൻ കൊണ്ടുവന്ന് ജൈനിസത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. മഹാവീരൻ്റെ തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു, ടീച്ചിങ്സ് എന്താണ്, ജൈനിസത്തിൻ്റെ ടീച്ചിങ്സ് എന്താണെന്നുള്ളത് പഠിക്കുക. അതിൻ്റെ സ്പ്രെഡ്, വ്യാപനത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അത് റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചു വയ്ക്കുക ഷോർട്ടസ്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു മഹാവീരനെ ബേസ് ചെയ്തിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൺ വേർഡ്സിന് ചോദിക്കുന്നതാണ് അല്ലേ. നമ്മൾ തീർത്ഥങ്കരന്മാരെ പറ്റിയിട്ടൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് വൺ വേർഡായിട്ടും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ടീച്ചിങ്സ് ഓഫ് ജൈനിസത്തെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് ചെയ്താനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ജൈനിസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെയാണ് അടുത്ത് നമ്മുടെ ബുദ്ധിസം വരുന്നത്. ഓക്കെ, നമ്മുടെ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ബുദ്ധൻ ജനിച്ച സ്ഥലം, മരിച്ച സ്ഥലം, ഫസ്റ്റ് സ്പീച്ച് പറഞ്ഞ സ്ഥലം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്ഥലങ്ങളുടെ പേര്, ബുദ്ധൻ്റെ ആ ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ബുദ്ധിസത്തിൻ്റെ ടീച്ചിങ്സ്, ബുദ്ധൻ്റെ ഉപദേശങ്ങളെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടും വരാം, അല്ലാന്നുണ്ടെങ്കിൽ വൺ വേർഡ് സെക്ഷനിലോ ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ബുദ്ധിസത്തിൻ്റെ ടീച്ചിങ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുദ്ധൻ്റെ ഉപദേശങ്ങൾ കേട്ടോ, അതൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ദെൻ ഇതിനകത്ത് വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ബുദ്ധനെ ഫോളോ ചെയ്തിരുന്ന ആൾക്കാരെ പേര്, പിന്നെ ഗണങ്ങളെ പറ്റിയിട്ട്, സംഘങ്ങളെ പറ്റിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി പറയുമ്പോൾ ജൈനിസവും ബുദ്ധിസവും നിങ്ങൾ രണ്ട് ഷോർട്ടസുകളായിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. അപ്പോൾ അതിൽ ഏത് രീതിക്ക് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അപ്പോൾ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അടുത്ത നമുക്ക് വരുന്നത് സ്തൂപാസിനെ പറ്റിയിട്ടാണ്, സ്തൂപങ്ങളെ പറ്റിയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്തൂപങ്ങളെ പറ്റിയിട്ട് വരുമ്പോൾ അതായത് സ്തൂപത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ് നിങ്ങൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. സ്തൂപത്തിൻ്റെ ഘടന, ദ സ്ട്രക്ചർ ഓഫ് ദ സ്തൂപ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് തന്നെ നമുക്ക് ടോപ്പിക്ക് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു, അതിന് ഇതാക്കണ്ടോ, എവിടെയൊക്കെ ഇംഗ്ലീഷിലൊക്കെ എവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ആ പല സ്ട്രക്ചറിൻ്റെ പേരൊക്കെയാണ് അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. അത് പലപ്പോഴും ഒരു 4-5 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് സ്തൂപത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ട്. അപ്പോൾ സ്തൂപം എന്താണെന്നുള്ളത് ജസ്റ്റ് ആദ്യമേ ഒന്ന് വായിച്ച് വരിക. പിന്നെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇതിൻ്റെ ഘടന എന്താണെന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു കാര്യം. ഓക്കെ, ആ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫിഗറൊക്കെ കേട്ടോ. നിങ്ങൾ ആ ഒരു തിയറി പോർഷൻ ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒറ്റ ടോപ്പിക് കൂടി നിങ്ങളൊന്ന് വായിച്ചിട്ട് പോയാൽ മതി. അതായത് മഹായാന ബുദ്ധിസം എന്താണ്, ഹീനയാന ബുദ്ധിസം എന്താണ്, ഈ രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കുക. മെയിനായിട്ട് അവിടെ എന്താണ് മഹായാന ന്യൂ റിലീജിയസ് ട്രഡീഷൻസ്, പുതിയ മത പാരമ്പര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് മെയിൻ ടോപ്പിക് കിടക്കുന്നത്. അതിനകത്ത് മഹായാന ബുദ്ധിസത്തെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഹീനയാന ബുദ്ധിസത്തെ പറ്റിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. മഹായാനോ ഹീനയാനോ ഇത് രണ്ടും പഠിക്കുക. ഇത് രണ്ടും കമ്പാരിസൺ എഴുതാൻ ചോദിക്കാറുണ്ട്. എത്ര മാർക്കിന് വേണം, വൺ വേർഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വരാം, ഷോർട്ടസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വരാം, ഏത് രീതിക്ക് വേണോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മഹായാന ബുദ്ധിസവും ഹീനയാന ബുദ്ധിസവും എല്ലാവരും പഠിച്ചിട്ട് പോവാം. ക്ലിയർ ആണോ?
ഇനി നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ 5ാമത്തെ ചാപ്റ്റർ കൂടി നോക്കാം കേട്ടോ. കാരണം ഇനി അതിനപ്പുറം പോയി കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെന്തി ആയി പോവും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ദറ്റ് ഈസ് ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്, സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് വലുതായിട്ട് പറയാനില്ല, കാരണം ഉള്ളതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്കറിയാലോ 3 ട്രാവലേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. ആദ്യമേ തന്നെ അൽബിറിനെ പറ്റി പഠിക്കുന്നുണ്ട്. അൽബിറിനെ കുറിച്ചിട്ട് എന്തൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം അൽബിറിനി പലതവണയും മോഡൽ എക്സാമിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 8 മാർക്കിന് എസ്സേ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും അൽബിറിനെ കുറിച്ചിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് കിതാബ് അൽ ഹിന്ദ്, അദ്ദേഹം എഴുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. കിതാബ് അൽ ഹിന്ദിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട് എസ്സേ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അല്ലെങ്കിൽ 1 വേർഡ്സ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിതാബ് അൽ ഹിന്ദൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ നോക്കിയിട്ട് പോവേണ്ടതാണ്. ഓക്കെ. അപ്പോൾ അൽബിറിനെ റിലേറ്റ് ചെയ്തിട്ട് പിന്നെ അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്, അതൊക്കെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അൽബിറിനി തന്നെ കാസ്റ്റ് സിസ്റ്റം, നമ്മുടെ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അതും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. അൽബിറിനി റിലേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നുപോലും വിടാണ്ട് തന്നെ വായിച്ചിട്ട് പോകണം. കാരണം എസ്സേ ടോപ്പിക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ടും പല കാര്യങ്ങളും അതിനകത്തുനിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്ത. ഓക്കെ, ഇബൻ ബത്തൂത്തയും അടുത്തൊരു ട്രാവലറാണ്. അദ്ദേഹവും അദ്ദേഹത്തെ പറ്റിയിട്ട് നമുക്കൊരു എസ്സേ ടോപ്പിക്കാണത്, 8 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലും ഇത് തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹത്തെ ആഗോള സഞ്ചാരി, ഗ്ലോബ് ട്രോട്ടർ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ട് പോവുക. കാരണം നമുക്കതൊന്നും പറയാൻ പറ്റില്ല. മേ ബി ഇതിനകത്തുള്ള ചില കാര്യങ്ങൾ മാത്രം എടുത്ത് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് എസ്സേ ആയിട്ട് ചോദിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ നോക്കുക. ഇബൻ ബത്തൂത്ത റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ പാരഗ്രാഫുകളുടെ ഇടയിൽ കൊടുത്തിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് പോകേണ്ടത് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാം. ഒന്ന്, കോക്കനട്ടിനെയും പാനിനെയും പറ്റിയിട്ട് നമ്മുടെ ഇബൻ ബത്തൂത്ത പറയുന്നുണ്ട്. അതായത് തേങ്ങേനെയും വെറ്റിലേനെയും പറ്റിയിട്ട് പറയുന്നുണ്ട്. അതെന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് എടുത്ത് പഠിച്ചിട്ട് പോകേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ചിട്ട് ഇബൻ ബത്തൂത്ത ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റീസിനെ പറ്റിയിട്ട് ഇബൻ ബത്തൂത്ത പറയുന്നുണ്ട്. അതെന്താണെന്നുള്ളതും സെപ്പറേറ്റ്ലി നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവേണ്ടതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇബൻ ബത്തൂത്ത ഫുള്ള് പഠിക്കണം, പക്ഷേ അതിൽ തന്നെ നിങ്ങൾ മീൻസ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞത്. ഒന്ന് കോക്കനട്ട് പാൻ, തേങ്ങ വെറ്റില. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സിറ്റീസ്, ഇന്ത്യൻ നഗരങ്ങളെ കുറിച്ചിട്ട് ഇബൻ ബത്തൂത്ത എന്താണ് പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. ഫുള്ള് കവർ ചെയ്തിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. കാരണം 8 മാർക്കിന് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് വരുന്ന 3ാമത്തെ ട്രാവലറാണ് ആര്, ഫ്രാൻകോയിസ് ബെർണിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്രാൻകോയിസ് ബെർണിയറും അഗെയിൻ ഒരു എസ്സേ ടോപ്പിക്കാണ് കേട്ടോ. 8 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഇതിനകത്ത് നിങ്ങളെല്ലാം പഠിക്കണം. അദ്ദേഹം ഈസ്റ്റിനെയും വെസ്റ്റിനെയും, കിഴക്കിനെയും പടിഞ്ഞാറിനെയും കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. ആ കാര്യം എന്താണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫുള്ള് നമ്മൾ പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ 3 പേരെയും കുറിച്ചിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ എസ്സേക്ക് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാളിനെ കുറിച്ചിട്ട്, മീൻസ് അൽബിറിനെ പറ്റിയിട്ട് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ അൽബിറിനെയും ഇബൻ ബത്തൂത്തേനെയും പറ്റിയിട്ട് 2 പേരെയും കുറിച്ചിട്ട് എസ്സേക്ക് ചോദിക്കാം. അപ്പോൾ ഏത് രീതിക്ക് വേണോ വരാം. ഇനിയിപ്പോൾ എസ്സേക്ക് ഇതൊന്നും ആരെയും കുറിച്ച് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചെറിയ പോർഷൻസ് എടുത്തിട്ട് ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ള് കവറായിട്ട് പഠിച്ചിട്ട് പോവുക. ഞാൻ ഈ കുഞ്ഞ് ഷോർട്ട് എസ്സേ ടോപ്പിക്സ് എന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെയാണെന്ന് സെപ്പറേറ്റ്ലി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അൽബിറിനെ റിലേറ്റ് ചെയ്തിട്ടാണെങ്കിൽ അദ്ദേഹം അറിവ് നേടുന്നതിനുള്ള പ്രതിബന്ധങ്ങളെ അതിജീവിക്കൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, അത് നമുക്ക് പലപ്പോഴും ചോദിക്കുന്നതാണ്. അൽബിറിനി നേരിട്ട ബാരിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ആ ബാരിയേഴ്സിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് സിസ്റ്റം, ഞാനത് ഓൾറെഡി പറഞ്ഞായിരുന്നു നേരത്തെ, ജാതി വ്യവസ്ഥയെക്കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഇബൻ ബത്തൂത്ത റിലേറ്റ് ചെയ്തിട്ട് കണ്ടോ, കോക്കനട്ട് പാം മീൻസ് തേങ്ങയും വെറ്റില, അല്ലെങ്കിൽ നാളികേരം എന്ന് നമുക്ക് പറയാം. നാളികേരം വെറ്റിലിനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഇന്ത്യൻ സിറ്റീസിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നോക്കിയിട്ട് പോവാം കേട്ടോ. ഈ 3 ആൾക്കാരെ പറ്റിയിട്ടും ഒരു എസ്സേ ടോപ്പിക് എന്നുള്ള നിലയ്ക്ക് ഫുള്ള് നമുക്ക് കവർ ചെയ്യണം. അതിനുശേഷം കുറച്ച് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്ക് ഇതാണ് കേട്ടോ. ദാറ്റ് ഈസ് വിമൺ സ്ലേവ്സ്, സതി ആൻഡ് ലേബറേഴ്സ്, സ്ത്രീകൾ അടിമകൾ, സതി തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതാണ് ഞാനൊന്ന് വ്യത്യസ്തപ്പെടുത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഈ 3 യാത്രകരും ഈ
വിമണിനെ പറ്റിയിട്ടും സ്ലേവ്സിനെ പറ്റിയിട്ടും സതി സിസ്റ്റം ലേബറേഴ്സിനെ പറ്റിയിട്ടൊക്കെ അവരുടെ അക്കൗണ്ട്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സ്ത്രീകളെ പറ്റിയിട്ടും അടിമകളെ പറ്റിയിട്ടും സതി സിസ്റ്റത്തിനെതിരെയൊക്കെ ആയിട്ട് ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇവർ മീൻസ് ഈ യാത്രകർ നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ കണ്ട കാര്യങ്ങളാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോയി ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് ഒരു 5 മാർക്കിന് നമുക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു ഷോർട്ടസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഈ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് പോർഷൻസ് ഒന്നും വലുതായിട്ടില്ല. മാക്സിമം പഠിച്ചിട്ട് പോവേണ്ട പോർഷൻസ് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ 3 യാത്രകർ നമുക്ക് എങ്ങനെ വേണോ ചോദിക്കുക. അപ്പോൾ അതിനകത്തുള്ള പോർഷൻസ് എല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകണം. പിന്നെ അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്. ഇതും ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് സ്കിപ്പ് ചെയ്യാൻ മാത്രം പോർഷൻസ് ഒന്നും ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇല്ല. അപ്പോൾ ഉള്ളതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനൊന്ന് പഠിച്ചിട്ട് പോകുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വച്ചേക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, ഞാനിത് ഹിസ്റ്ററിയുടെ മോഡൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് എസ്സേകളുടെ വീഡിയോ, അതായത് ഫുൾ ചാപ്റ്റേഴ്സ് 15 ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ട് എസ്സേ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് 8 മാർക്കിന് പഠിക്കണം എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിലും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കത് സെപ്പറേറ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കുമല്ലോ, പെട്ടെന്ന് എസ്സേ മാത്രം ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ കാര്യം. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, പിൻ ചെയ്ത് വച്ചേക്കാം. പിന്നെ ഹിസ്റ്ററിയുടെ തന്നെ വെയിറ്റേജ് അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് പറയുന്നത്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ എക്കണോമിക്സിൻ്റെ അതിൻ്റെ വീഡിയോസും വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഹിസ്റ്ററി ആണല്ലോ ഇനി നിങ്ങൾക്ക് വരുന്ന പരീക്ഷ. എക്കണോമിക്സ് മാറ്റി വെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഹിസ്റ്ററിന്ന് വീഡിയോ ഇട്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.